എല്ലാവർക്കും enrouteന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു ലൈഫ് സ്റ്റൈൽ വീഡിയോ മാത്രമാണ്. ഈ പുറകെ കാണുന്നതാണ് ഞങ്ങളുടെ വീട്. അങ്ങനെ ഇരുന്നപ്പോൾ പിള്ളേർക്ക് ജസ്റ്റ് ഒന്ന് പാടത്ത് പോയി കുളിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഞങ്ങളുടെ താഴത്തൊരു 200 മീറ്റർ മാറി, 100 മീറ്റർ മാറി ഒരു തോട് പോകുന്നുണ്ട്. എന്നാൽ പിന്നെ അവിടെയൊക്കെ പോയി കുളിച്ചേക്കാം, പിന്നെ കുറച്ച് വിഷ്വൽസൊക്കെ എടുത്ത് നിങ്ങളെ കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു ഞങ്ങളുടെ നാടിൻ്റെ. സോ എല്ലാവരും കാണുക. നമ്മളിപ്പോൾ നമ്മുടെ വീടിൻ്റെ പുറവശത്തൂടെ, അതായത് ഈ സൈഡിൽ കൂടി ഒരു കനാലുണ്ട്, സൈഡിൽ ആ കനാലിൽ നേരെ പാടത്തേക്ക് ക്രോസ് പോകുന്നതാണ്. ഇതിൽ നേരെ കുറച്ച് നടക്കണം. ഈ താഴത്ത് കാണുന്ന പാടാണ്, എൻ്റെ ഈ പുറകിൽ കാണുന്ന എല്ലാം പാടാണ്. നമുക്ക് നേരെ അങ്ങോട്ടാണ് പോകേണ്ടത്. നേരെ അങ്ങോട്ട് പാടത്തേക്കാണ് പോകുന്നത്. നമ്മളിപ്പം ഇതാ കാണുന്നതാണ് തോട്. അതിൻ്റെ പാടത്തിൻ്റെ നടുക്കൂടെ ഒരു തോട് പോകുന്നതാണ്. വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി വേണ്ടേ ഇവിടെ നടന്ന് ഇവിടുത്തെ ഒരു കനാലും പുറത്ത് ഇത് രണ്ട് പാടത്തിനെ നിങ്ങൾക്ക് കാണാൻ, ഈ രണ്ട് പാടത്തെ സ്പ്ലിറ്റ് ചെയ്യുന്നതാണ്. ഇവിടെ അടുത്ത് തന്നെ ഒരു പെട്ടിയും പറയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് വെള്ളം അടിച്ച് പറ്റിക്കുന്നതാണ് ഈ പാടത്തെ വെള്ളം. ഇതാക്ച്വലി ഒരു പഴയ കാലത്തെ പെട്ടിയും പറയാണ്. ഇവിടുത്തെ ഈ പാടശേഖരത്തിലെ വെള്ളം പറ്റിക്കാൻ വേണ്ടിയുള്ളതാണ്. ഇവിടേക്ക് ആക്ച്വലി കൃഷിയുള്ളതാണ്. കൃഷിയുള്ള സമയത്ത് ഇവിടെ നിന്നുള്ള ഈ തോട്ടി, ഇതൊരു ചെറിയ തോടാണ്, ഈ തോട്ടിൽ കൂടെയുള്ള വെള്ളം ഇവിടെ നിന്ന് വെച്ച് ഈ പെട്ടിയും പറ ഉപയോഗിച്ചു. ഇതിൻ്റെ അകത്ത് മോട്ടറാണ്, ഒരു മോട്ടറുണ്ട്. മോട്ടർ വെച്ച് ഇത് കറക്കി ഇവിടുത്തെ വെള്ളം പറ്റിക്കും. ആക്ച്വലി ആ സമയത്ത് ഇവിടെ ഒരു ഷട്ടർ ഇടും. ഇവിടെ ഒരു ഷട്ടർ ഇട്ടിട്ട് വെള്ളം അങ്ങോട്ട് അടിച്ചു വിടുകയാണ് ചെയ്യണത്. അങ്ങനെ പാടത്ത് വെള്ളം പറ്റിച്ച് കൃഷി ചെയ്യാനുള്ളതാണ്. കൃഷി ചെയ്യാനുള്ള ഒത്തിരി പഴക്കമുള്ള സാധനമാണ് ഇത്, പെട്ടിയും പറയും. ഇപ്പോൾ സാധാരണ എല്ലായിടത്തും കാണാൻ ചാൻസ് ഇല്ല ഇങ്ങനെയുള്ള പെട്ടിയും പറയൊക്കെ. ഇത് പണ്ട് മുതലുള്ള ഒരു സാധനമാണ് പെട്ടിയും പറയും. അത് നേരെ ആ വെള്ളം നേരെ വന്ന് ഇവിടെ ഒരു ചെറിയ തോടുണ്ട്, ഈ തോടിക്കൂടെ നേരെ അങ്ങ് പോകോളും. ഇത് കൃഷിക്കായിട്ടാണ് മെയിൻ യൂസ് ചെയ്യുന്നത്. കൃഷി സമയത്ത് മാത്രം യൂസ് ചെയ്യുന്നതാണിത്. അതേപോലെ ഈ കനാല് നമ്മുടെ കൃഷിക്ക് ആവശ്യത്തിനായുള്ള ജലമൊക്കെ കിട്ടാൻ വേണ്ടി ഗവൺമെൻറ് ഉണ്ടാക്കിയ കനാലാണ്. വളരെ പണ്ടുകാലം മൂലം ഉള്ളൊരു കനാലാണിത്. കൂടാതെ ഇതാക്കാണ് ഞാൻ തോട്. നിങ്ങൾക്ക് കാണാം, ഇതാക്കാണ് ഞാൻ തോട് ഇങ്ങനെ വളഞ്ഞു പോണേ. ഞാൻ ഇതിൻ്റെ സ്കൈ വ്യൂ ഇടാം, ഡ്രോൺ ഷൂട്ട് ഇടാം ഇതിൻ്റെ. ഇതൊക്കെയാണ് എൻ്റെ നാട്, എൻ്റെ വീടിനോട് അടുത്തുള്ള സ്ഥലങ്ങളൊക്കെ ഇതൊക്കെയാണ്. മൊത്തം പാടമാണ്, പാടം അങ്ങനത്തെ ഉള്ള പ്രദേശങ്ങളൊക്കെയാണ്. നിങ്ങൾക്ക് കാണാം, ഡ്രോൺ ഷൂട്ടിൻ്റെ വീഡിയോസിലൊക്കെ കാണാൻ പറ്റും.
ഹായ്, ഞങ്ങളിപ്പോൾ ഉള്ളത് ഇതേ ഞങ്ങളുടെ അടുത്തുള്ള തോടിൻ്റെ നടുക്കാണ്, തോട്ടിലാണ്. ഇത് ആക്ച്വലി ഈ തോടാണ് ആക്ച്വലി കോട്ടയം ജില്ലയുടെയും എറണാകുളം ജില്ലയിലെയും ബോർഡർ. ഈ തോടിൻ്റെ അപ്പുറത്തെ വശം, അതായത് ഞങ്ങൾ താമസിക്കുന്ന സൈഡ് എറണാകുളം ജില്ലയും ഇപ്പുറത്തെ സൈഡ് കോട്ടയം ജില്ലയും ആണ്. ആക്ച്വലി ഇപ്പോൾ നിൽക്കുന്നത് കോട്ടയം ജില്ലയിലും അല്ല എറണാകുളം ജില്ലയിലും അല്ല. ആക്ച്വലി ഇത് പഴയ ഒരു തോടായിരുന്നു. ഇത് കുറച്ച് ആഴം കൂട്ടിയാണ്. ഇപ്പം പണ്ട് ഞങ്ങളുടെ സമയത്തൊക്കെ ഇത്ര ആഴം ഇല്ലായിരുന്നു. ഇതൊരു 2-3 വർഷം മുമ്പ് ഇതിൻ്റെ ആഴം കൂട്ടിയതാണ്. ന്യൂസ് അക്കൂസൊക്കെ ഇത് വെള്ളത്തിൽ ഇറങ്ങി കിടപ്പുണ്ട്. ഇഷ്ടായോ കുഞ്ഞുസിന്? ഇഷ്ടായോ? തോട്ടി കുളിക്കുന്ന ഇഷ്ടായോ? കുഞ്ഞുസ മതിയോ? വെള്ളം കുടിക്കരുത്. ദൈവന്മാരൊക്കെ കൊണ്ടുവന്ന് വെള്ളത്തിൽ ചാടിക്കാൻ കൊണ്ട് വന്നതാണ്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് പോകുന്നു. പിള്ളേർ തോട്ടിൽ പോയി കുളിയൊക്കെ കഴിഞ്ഞ് കയറി പോകുന്നു. അതിലിപ്പോൾ നിൽക്കുന്നത് ഞാൻ ഈ കനാലമ്പുറത്താണ്. ഇതൊക്കെ ഈ വെള്ളം പോകുന്ന സമയത്തൊക്കെ ഇതൊക്കെ വെള്ളത്തിൽ മൂടും. ഇവിടെയൊക്കെ വെള്ളം മൂടും. അത്രയും വെള്ളം ഇവിടെ കയറി വരും. ഈ തോട് ഞങ്ങളിപ്പോൾ കുളിച്ച് തോട് നേരെ ചെന്ന് ചേരുന്നത് പിറവം പുഴയിലോട്ടാണ്. സോ ഇതൊക്കെയാണ് എൻ്റെ നാട്, എൻ്റെ വീടിനോട് അടുത്തുള്ള പ്രദേശങ്ങൾ. സോ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. പുതിയ നല്ല വീഡിയോസ് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കുക. സ്റ്റേ സേഫ്. താങ്ക് യു.